നമ്മുടെ ഇപ്സിന്റെ മാപ്പാണിത്. ഇവിടെയാണ് നമ്മൾ കുറച്ച് മുന്നേ പോയി ഒരുപാട് ഫോട്ടോസും തടാകത്തിന് മേലെ കൂടെ നടന്ന സ്ഥലമാണിത്. ഈ തടാകം മാത്രം ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. മണ്ടത്തരം പറയില്ലേ ശരണേ? അല്ല ഷാബിയെ നമ്മളിങ്ങനെ പോയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ പാലമാണ്. ആ പാലം ഈ ബിൽഡിംഗ് ആടാ അത് മനസ്സിലായില്ലേ? ഈ ബിൽഡിംഗ് ആണത്. ഇത് മറ്റേ ബോട്ടിന്റെ സ്ഥലം കേട്ടോ. മാപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. വെയിലുണ്ട് കേട്ടോ, പക്ഷെ നൈസാണ്. സ്വിറ്റ്സർലാൻഡ് ഒരു ഗ്രീനിഷ് അല്ലേ? ഇതാ കേസ് ഇവിടുത്തെ ഒരു ഒമ്പൻ സംഭവമാണ്. ഷൈരൂർ നേരെ സ്വിറ്റ്സർലാൻഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ഒരു കേബിൾ കാറുണ്ട് ഗൈസ്. ഇത് നമുക്ക് മുകളിലോട്ട് പോയി കേബിൾ കാറിൽ പോയാൽ മതി. എത്ര രൂപയുടെ ഇതിന്? 75 യൂറോണ്. പക്ഷെ അതിനുള്ള വെർത്ത് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിതിന് മുമ്പ് ഒരു 1 ഇയർ ബാക്ക് ഞാൻ സ്വിറ്റ്സർലാൻഡ് പോയിട്ടുണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡ് പോയ ചരിത്രം ഒന്നും പറയണ്ട. ഇങ്ങനെ കരങ്ങിരുന്ന ഒരു കാലം. പ്രേക്ഷകർക്ക് പലതും അറിയാനുണ്ട്. നമ്മളെ സ്വിറ്റ്സർലാൻഡില് ഇതുപോലെ തന്നെ ആൽപ്സ് ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സ്വിറ്റ്സർലാൻഡ് ടിക്കറ്റ് കൊണ്ടേ ബ്യൂട്ടിഫുൾ ആണ്. 30 യൂറോ പാഴാക്കി ഉണ്ടായിരുന്നു. അടിമുടി നഷ്ടമായിരുന്നു. അല്ല, അവിടെ ടിക്കറ്റിന് ഏകദേശം 80-85 യൂറോണ് ഇത്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഇതുണ്ട്, വെർത്തുണ്ട്. കാരണം 3 to 4 കിലോമീറ്റേഴ്സ് ആണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിനിടെ ഹൈറ്റ് ഉണ്ടോ ഇവിടെ? അതോ അവിടുത്തെ? ഇവിടെ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ നമുക്ക് അതിന്റെ ഒരു പീക്ക് നമുക്ക് താഴ്ത്ത് നോക്കിയാൽ അറിയാൻ പറ്റില്ല, അത്രയും ഹൈറ്റ് അത്. ഇത് വലിയ ഓക്കെ, ജസ്റ്റ് ഓക്കെ എന്നല്ല, ഇതും ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ കമ്പയർ ചെയ്യാൻ നല്ലതൊന്നും പറയില്ല. കമ്പയർ ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, ഓടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് കുഴപ്പമില്ല. പോക്കറ്റ് ചെറിയ ആൾക്കാരുടെ കൂടിയാണ് നമ്മളെ ഈ യാത്ര. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ കാണുന്ന പൊലിവ് മാത്രമേ ഉള്ളൂ. ആ പോകുന്ന ഷാവിൻ ചേട്ടൻ്റെ പോക്കറ്റ് തട്ടിയപ്പോൾ 1 യൂറോ തികച്ചെടുക്കാണ്ടാവില്ല. എന്താ ചെയ്യാ? ബഡ്ജറ്റ് ഫ്രീ. ബേസിക്കലി വി ആർ റിച്ച്. പക്ഷെ ഞങ്ങൾ റിച്ചാണ്. എന്നും റിച്ചാണ്. ഏത് ആകെ കുറച്ച് പണമുള്ളത് ഒരു ഇടുക്കിക്കാരനുണ്ട്. അതാണ് ഞാനാണ് ബിമ്മിൽ കൂട്ടൻ. അതൊരു പക്ഷേ പെണ്ണില്ലല്ലോ. പെണ്ണില്ല, അതാണ് പ്രശ്നം. സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയൊക്കെ പിന്നെ പറയില്ലേ. ഫോട്ടോ ഒക്കെ ഇനി നേരെ അടുത്ത സ്പോട്ട് പിടിക്കാൻ നേരെ പോവാണ്. സോ ഗൈസ്, സുജീഷ് ബ്രോ സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ പോവാണ്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇവിടെ കാട്, പ്രകൃതി രമണീയമായ സ്ഥലം. ചേച്ചി പോണു. ആ ശരിഞ്ഞായിട്ടായി തടഞ്ഞ് ചേച്ചി പോയി. അപ്പോഴാണെങ്കിൽ നല്ല നീല തടാകമുണ്ട് ഇവിടെ. പറഞ്ഞായിരുന്നു ഒന്ന് ഒതുക്കി തരാൻ. ഒതുക്കി തരുന്നില്ല. അവരെ ചെറുതായൊരു തടാകം കേസ് അതൊന്ന് റെഡി ആക്കി കൊടുക്കണം. കുറച്ച് ഫോറിനേഴ്സൊക്കെ ഉണ്ട്. തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല. നമുക്ക് അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വ്യൂ കിട്ടാൻ പോകുന്ന സ്ഥലമാണ് ഇത്. അവിടെ ബ്രിഡ്ജല്ലേ? ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നോക്കിയാലാണ് നല്ല വ്യൂ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. പുറകിൽ ഓട്ടിയുണ്ട്. ഓട്ടി എടുത്ത് നല്ല മൂമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ ട്രക്കിംഗ് ടൈൽസിൽ സാധനം പിക്ക് വരും. ഓട്ടിൻ്റെ പുതിയ ചാനലാണ് ട്രക്കിംഗ് ടൈൽസ്. അപ്പോൾ
റെഗുലർലി പല പല ട്രക്കിംഗ് വീഡിയോസ് ഉണ്ടാവും. വീഡിയോ ഫോട്ടോ മേ ബി ചെറിയ സ്റ്റോറീസ്, ഷോർട്സ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓൾറെഡി തൗസൻഡ്സ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. അല്ല എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട. ഇത് ഇറ്റ്സ് കാണാൻ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ്, ഇതൊന്നും അറിയത്തുള്ളൂ. ഓക്കെ, തടാകമാണ്. മനോഹരമായ ദൃശ്യങ്ങൾ, അമ്രചുംബികളായ മരങ്ങൾ. ഇതെന്ത് മരമാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പൈൻ മരം എന്ന് പറയും, എനിക്കറിയത്തില്ല. കൊടൈക്കനാലോ ഫർണിച്ചർ ഉണ്ടാവും. അടുത്ത കുട്ടി. നല്ലൊരു സ്പോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. വെള്ളമൊക്കെ നല്ല തെളിച്ചുണ്ട് കേട്ടോ. എനിക്ക് അയച്ചു വിടറാ, ടിക്കറ്റ് അയച്ചു വിടും കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് നീ എന്നാ ബ്ലൂടൂത്ത് ഷെയർ ചെയ്തിടും. മറ്റേ ഫോണിലുണ്ട്. ആ, അത് കുഴപ്പമില്ല. ഫോട്ടോ ഇല്ലേ? ഫോണിലൊക്കെ ചാർജ് ടക്ക ടക്ക ടക്കെന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. തണുത്തിട്ടാ തോന്നുന്നു. തണുത്തിട്ടാണോ? ഷരുൺ ചേട്ടായും ബിമ്മലും ഉമ്മർത്ത് വഴികാട്ടിയായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞാണ് ഒന്ന് സോളോ ട്രിപ്പ് വന്നത്. സോളോ ട്രിപ്പ് ആയിട്ട് വന്നല്ലേ? അതെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഈ റൂട്ടിൽ അധികം സോളോ എന്ന് പറയണ്ടായിരുന്നു, നമുക്ക് അവിടെ അറിയപ്പെടുന്ന അറിയണില്ല. ഈ റൂട്ടിൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, പക്ഷെ മറ്റിടത്ത് നല്ല ആൾക്കാരായിരുന്നു. നല്ല തിരക്കായിരുന്നു. സമ്മറിൽ ഒരുപാട് പേര് കൂടാ. സമ്മറിൽ ഇതിലെ ആൾക്കാര് വെള്ളത്തില് കുളിക്കണ്ടായിരുന്നു. ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ ബോട്ട് പോലെ അല്ലേ ഇങ്ങനെ തുഴയുന്ന ആൾക്കാർ, അതൊക്കെ ഇവിടെ കൂടെ ഇത് മൂടിട്ടോ. ഇത് പച്ചക്കളർ കേട്ടോ, നല്ല തെളിച്ചുള്ള വെള്ളം. ഇവിടെ നൈസാണ് കേട്ടോ. ചേട്ടൻ ഇത്തിരി വീഡിയോസ് ഒക്കെ എടുത്തോട്ടോ. വീഡിയോ എടുക്കണല്ലോ. നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ് കേട്ടോ. Не буду есть. അവിടെ ഫോട്ടോ സെക്ഷനാണ് ഗൈസ്. അതാ ഗൈസ് കേബിൾ കാർ. അത് ഇറങ്ങി വരില്ല. ഓക്കെ, അവിടെ ഫോട്ടോഷൂട്ട്. ഓക്കെ ഗൈസ്, ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. തിരിച്ചു ഗൈസ്. ഇനി നേരെ എവിടേക്കാ ഇനി അടുത്ത ഇത്? ബസ് കയറുന്നു, നേരെ ലാംഷ് പോകണം. അവിടുന്ന് ട്രെയിൻ എടുക്കുന്നു. നമ്മൾ നേരെ ബാദിൽ യമൻ.
എവിടെ? ബാദിലമ്മൻ. അവിടുന്ന് അതെ മധുബൂത്. എല്ലാവർക്കും എന്റെ മെക്സ് ഉണ്ട്. മധുബൂത് എവിടെ നിന്നാണ് കഴിക്കുന്നത്? മധുഹൂദ് എല്ലാവരും ഷാബിന്റെ കല്യാണം ഉറപ്പിച്ചതില് കല്യാണം ഉറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് കല്യാണം ഉറപ്പിച്ചത് വേറെ ഒരാളുടെ ആണ്. അല്ല കല്യാണം ഉറപ്പിച്ചതും ചെലവും വേറൊരാളുടെ ആണ്. അദ്ദേഹം ആരാന്ന് ഞാൻ തുപ്പി കാണിക്കാം. അതാണ് ഷരുണ്ട്. ഷരുണ്ട് ഓൾറെഡി കണ്ണടിയുണ്ട്, തൊപ്പിയുണ്ട്, ഞങ്ങളുടെ മുമ്പ് നടപ്പുണ്ട്. അങ്ങനെ അതൊന്ന് ആഞ്ഞു നടന്നോട്ടോ. എനിക്കൊന്ന് സ്പീഡ് നടന്ന ബസ് കിട്ടും. എത്ര മണിക്ക് ബസ്? ഇപ്പൊ സമയം എത്ര? 3 മണി. 10 മിനിറ്റ് സമയം. 10 മിനിറ്റ് വണ്ടി പോകുന്നുണ്ടാവും ചിലപ്പോ. ഇവിടുന്ന് ശരണേട്ടനെ പോലെ നടന്നാലും അവിടെ ബസ് കഴിഞ്ഞായിട്ട് മിനിഞ്ഞാന്ന് ഒരു ഓട്ടത്തിന് കഥ പറഞ്ഞു ഗൈസ്. നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടിയില്ല. ശരണ്യേട്ടയ്ക്ക് ജസ്റ്റ് മിസ്. സെയിം ബസ് ശരണ്യേട്ട ബസ് പോണ റൂട്ടാണെങ്കിൽ ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ അല്ലേ? അത് ഞാൻ ഓടി പിടിച്ചു. സെയിം ബസ് തന്നെ. ചെറിയൊരു ബസ് ജസ്റ്റ് ഒന്ന് ബാൻ ഓഫിൽ ഒന്ന് കയറും. അത് കയറിയിട്ട് അധികം നിൽക്കുന്നില്ല. 2 മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്യും. ആ ഗ്യാപ്പിൽ ഞാൻ അങ്ങോട്ട് എത്തി. ആ സമയമാണ് ശരണ്യേട്ടെ പക്ഷെ അത് കവർ ചെയ്തത്. ഒരു റിസ്കി എലമെന്റ് ആയിരുന്നു. കാരണം ഈ മന്നത്ത് നമുക്ക് നമ്മളുടെ അല്ലേ ബ്രീത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ഓട്ടോ വരുന്നത്. അതെന്ത് സീക്കോട്ടെ എന്താ പറയാനുള്ളത്? ഇത്രയും ക്രോസ് കൺട്രി ഒക്കെ ചെയ്യുന്ന നിനക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുമല്ലോ. അതെ, ശരണ്യേട്ടൻ്റെ ഒരു മികച്ച തീരുമാനമായിരുന്നു. നേരെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ മേലെ ഓടി ഉണ്ടാവില്ലേ? അതെ ഉണ്ടാവും, കൂടുതൽ ഓടി ഉണ്ടാവും. കറക്റ്റ് സമയത്ത് വർക്കിനും കയറി. പഞ്ചിങ് ഒക്കെ കറക്റ്റായിരുന്നില്ല. കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ അതൊന്നും പറയായിരുന്നു. ഇന്നത്തെ കാർഡ് ഇന്ന് ഏകദേശം ഒരു ബാൻ ഓഫ് എത്തുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നാന്ന് തോന്നുന്നു. നേരെ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചോടി. ശരണ്യേട്ടേ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി. കാരണം വേണ്ട ട്രെയിന് മിസ്സാവുമെന്ന്. ഷാബിനൊക്കെ എത്തില്ല എന്നായി. കാർഡ് എടുക്കണ്ട, കളിക്കണ്ട, പിന്നെ നോക്കാന്നായി. പക്ഷെ എന്നാലും ശരണ്യേട്ടൻ വിട്ടില്ല. ശരണ്യേട്ടെ തിരിച്ചൊറ്റ ഓട്ടം കാർഡ് എടുത്തു. പക്ഷെ അതിലെ ഒരു ഹൈലൈറ്റ് ഇല്ലേ? സർപ്രൈസ് ഉണ്ടായിരുന്നു നമുക്ക്. സർപ്രൈസ് എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സർപ്രൈസ്. റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഡോറ് തുറന്നു വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരവാദി ആ ഓടിച്ചൊക്കെയാണ്. ചെറിയ പ്രായമല്ലേ, അത് കാരണം നമ്മളത് ക്ഷമിച്ചു. നമസ്തേ. അങ്ങനെ ഞങ്ങൾ ഡോറായിട്ട് ക്ലോസ് ചെയ്തിട്ട് വന്നേ. ഇവിടെ നാടകം കാണുന്നത് സെറ്റ് ഓക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട് ഇന്നത്തെ? സെറ്റാണ് അല്ലേ? പോയതിനേക്കാളും നമുക്കൊരു വൈബ് കിട്ടിയിട്ടുണ്ട് അല്ലേ? സൂപ്പർ. പക്ഷെ രണ്ടും വേറെ മൂടാണ്. ഇവിടെ പ്രകൃതി രമണീയം, അവിടെ കുറച്ച് ടവർ മ്യൂസിയൊക്കെ ആയിട്ട് അങ്ങനെ രസമുണ്ട്. കുറച്ച് ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട്. ആനന്ദ്ജിന് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി, സിയാദ് ഖാൻ ഫാമിലി. പക്ഷേ എല്ലാവർക്കും ഒരു തിരക്ക്. ഇർഫാനയ്ക്ക് ഒന്നുമില്ലാത്തൊരു പഠിത്തം. നാളെ ഒരു ചെറിയ എക്സാം ഉണ്ട്. കാര്യമൊന്നുമില്ല, അണയാൻ പോണത് ഈ ആളിക്കെത്തും, അത്ര തന്നെ അതിൽ പറയാനുള്ളൂ. പക്ഷെ പഠിക്കട്ടെ മുന്നേറട്ടെ. പിന്നെ സിയാദിക്ക് ഇവിടെ ഇല്ല, നമ്മളെ വിട്ട് കുറച്ച് ദൂരം പോയിരിക്കുകയാണ്. പക്ഷേ ശുചിക്കൂട്ടൻ പൂജയും ഹോമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആവാഹിച്ച് വരുത്തും അവനെ വൈകാതെ തന്നെ. കുറച്ച് നാൾ കഴിഞ്ഞാൽ എത്തും. പിന്നെ ആനന്ദ്ജി അവന് വർക്കുണ്ട്, ഞങ്ങൾക്കറിയാം അവന് ഷിഫ്റ്റ് ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ശല്യപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ യൂട്യൂബറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു ഗോപ്രോ. ആനന്ദ്ജി ഒരു ഗോപ്രോ എടുത്തിട്ടുണ്ട്. അതിലുള്ള വീഡിയോസ് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വരും. പലയിടക്കും ട്രിപ്പ് പ്ലാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ ഇപ്പോഴല്ല, ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു വമ്പൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടേക്കാണെന്ന് പറയുന്നില്ല. സർപ്രൈസാണ്. ചിലപ്പോൾ നാട്ടിലേക്കായിരിക്കും. ഞങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യയിലോട്ടുള്ള ട്രിപ്പ് ആയിരിക്കും.
കുറച്ച് ആൾ കുറച്ച് ഒരു 2 മാസം അതെ ആ ഇത് കാണിച്ചു വിടാം കാണുന്നത് കാണണം ഒരു ഭംഗി തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? എല്ലാവരും ഓട്ടത്തിലാണ് കേട്ടോ. ബസ്സിന് സമയമായി ഇനി 5 മിനിറ്റ്. ഓരോ മണിക്കൂറിലും ബസ്സുണ്ട് കേട്ടോ, അതുകൊണ്ട് സീനില്ല. വീടെത്താനും അതിനനുസരിച്ച് ലേറ്റാണ്. നിർത്തിയോ? ഇല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം അല്ലേ? ബസ് ഓക്കെ, ഇനി അടുത്ത് ഒന്ന് ബസ് കയറിയിട്ട് കാണാം. ബൈ. പിള്ളേർക്ക്